എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുമസിൻ്റെ പ്രഭാതത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 78-ഉം 79-ഉം വാക്യങ്ങൾ. ലൂക്കോസ് 1-78-79. ഇരുളിലും മരണനിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശിച്ച് നമ്മുടെ കാലുകളെ സമാധാന മാർഗത്തിൽ നടത്തേണ്ടതിന് ആ ആർദ്ര കരുണയാൽ ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. മറ്റൊരു ക്രിസ്തുമസ് ആഘോഷ പുലരിയിലാണ് നാം എല്ലാവരും ആയിരിക്കുന്നത്. പുരോഹിതനായിരുന്ന സഖറിയാവ് റോമ സാമ്രാജ്യത്തിൻ്റെ കാലത്തെ വിവേചിക്കുന്നത് ഇരുളിൻ്റെയും മരണനിഴലിൻ്റെയും അനുഭവമായിട്ടാണ്. P.F. മാത്യൂസ് അദ്ദേഹത്തിൻ്റെ ഒരു നോവലിൻ്റെ പേര് ചാവുനിലം എന്നാണ്. സാധ്യതകളൊക്കെ നഷ്ടപ്പെട്ടു പോയി, അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തി, അങ്ങനെയുള്ള കുറേ ഇടങ്ങളുണ്ട്. ആ സ്ഥലങ്ങൾ ജീവനെ ഇല്ലാതെയാക്കുന്ന ചാവുനിലങ്ങളായി മാറുന്നു. ഉദയവും പ്രകാശവും റോമൻ ജനതയെ സംബന്ധിച്ച് അവരുടെ ദൈവമായ സൂര്യദേവൻ്റെ സവിശേഷതകളാണ്. എന്നാൽ ആ പ്രകാശവും ഉദയവും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ജനതയോട് അവരുടെ വഴികളിൽ ദൈവം ക്രിസ്തു ഉദയവും പ്രകാശവുമായി വന്നണയും എന്ന പ്രതീക്ഷ പ്രവചനങ്ങൾ പങ്കിടുന്നു. കീഴ്പ്പെടുത്തുന്ന, ഇല്ലാതെയാക്കുന്ന ഒരു ലോകക്രമത്തിൻ്റെ ദൈവത്തെ അല്ല, മറിച്ച് മരണം കാത്തു നിൽക്കുന്ന, പ്രതീക്ഷകൾ താളം തെറ്റിയ ഇടങ്ങളിൽ ഭീതിയുടെ താഴ്വരകളിൽ സമാധാനം നൽകുന്ന ഒരു വാക്കായി, അറിവായി, ജീവനായി ക്രിസ്തു ജഡം ധരിക്കുന്നു. ജീവിതത്തിൻ്റെ ഇരുണ്ട അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ജന്മദിവസത്തെ പോലും ശപിച്ചു പോകുന്ന ചില മനുഷ്യരുണ്ട്. കഴിച്ചുപോയ ആഹാരത്തിൻ്റെ പേരിൽ കല്ലെറിഞ്ഞ് കൊല്ലപ്പെട്ട മനുഷ്യരുണ്ട് ഈ ലോകത്തിൽ. ആ നാടിനെയും നാട്ടുകാരെയും നമ്മൾ വിശേഷിപ്പിക്കുന്നത് അതിഥികളെ ദേവന്മാരായി കാണുന്നു എന്ന് പറഞ്ഞാണ്. ക്രിസ്തു വഴിയരികിൽ ജനിച്ചു, പിന്നീട് പശുത്തൊഴുത്തിലേക്ക് മാറ്റി കിടത്തപ്പെട്ടു. ഇതാണ് എല്ലാ ക്രിസ്മസിലും നമ്മൾ പറയുന്ന ചരിത്രം. എന്നാൽ ചിലയിടങ്ങളിൽ ജനിച്ചതിൻ്റെ പേരിൽ കെട്ടിട അവശിഷ്ടങ്ങളിൽ, സിമൻ്റ് കൂമ്പാരങ്ങളിൽ, ബോംബിൽ ഒക്കെ ചിതറിപ്പോകുന്ന കുഞ്ഞുങ്ങളുടെ നാടുകൾ എങ്ങനെ ദൈവത്തിൻ്റെ നാടുകളായി മാറും? പുരോഹിതനായ സഖറിയാവിനെ പോലെ ഈ കാലത്തിൽ നമുക്ക് വേണ്ടത് ജീവനെ പ്രകാശവും ഉദയവും നൽകുന്ന ആർദ്രതയുടെ പുത്തൻ സാധ്യതകളെ നൽകുക എന്നതാണ്. ക്രിസ്തുവിൻ്റെ ജനനം ആർദ്രതയുടെ വഴികളെ ഒരുക്കുക എന്ന അനുഭവത്തിലേക്കാണ് നമ്മെ എല്ലാവരെയും വിളിക്കുന്നത്. ചാവുനിലം എന്ന നോവലിൽ പേറു എന്ന കഥാപാത്രമുണ്ട്. യോനസച്ചൻ പാതിരാത്രിയിൽ അസുഖം കൂടി മരച്ചുവട്ടിൽ വീണ് കിടക്കുമ്പോൾ അതുവഴി പോകുന്ന പേറു കത്തുന്ന ബീഡിയുടെ കനൽ വെട്ടത്തിൽ ആ മുഖം കണ്ടിട്ടും അവഗണിച്ച് നടന്നു പോകുന്നു. ആർദ്രതയുടെ വഴികൾ അന്യം നിന്നു പോകാതെ കാക്കുക എന്നതാണ് ക്രിസ്തുമസിൽ ഓർക്കേണ്ടത് ഏറ്റവും പ്രധാനമായിട്ടുള്ള ചിന്ത. ഈ ഓർമ്മിപ്പിക്കലുകളാണ് നമ്മെ ജനനത്തിൻ്റെ പുതിയ തിരിച്ചറിവിലേക്ക് നടത്തുന്നത്. ഇരുളിലും മരണനിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശമായി കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് പിറന്നു എന്ന സഖറിയാവിൻ്റെ പ്രവചന സൂക്തം, നിരീക്ഷണം അല്ലെങ്കിൽ
യെശയ്യാവിൻ്റെ ദർശനത്തെ സാധൂകരിക്കുന്ന ചരിത്ര വഴികളിലേക്ക് ഒരു ചെറിയ വെട്ടം സെക്കറിയാവ് തൻ്റെ വാക്കുകളിലൂടെ ചിന്തിവിടുന്നു. നമുക്ക് ഈ കാലഘട്ടത്തിൽ ക്രിസ്തുമസ് നൽകുന്ന സന്ദേശം എന്താണ്? നമ്മൾ എന്താണ് അനുവർത്തിക്കേണ്ടത്? നൂറ്റാണ്ടുകൾക്ക് മുൻപ് നടന്നുപോയ ചരിത്ര സംഭവത്തെ എല്ലാ വർഷവും നമ്മൾ ആഘോഷിക്കുമ്പോൾ ആ ആഘോഷങ്ങളിൽ അലിഞ്ഞു പോകുന്ന, മറഞ്ഞു പോകുന്ന ചില ജീവ സന്ദേശങ്ങളുണ്ട്. അത് ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം. നമ്മൾ പ്രകാശമാകുക, വെളിച്ചത്തിൻ്റെ സാക്ഷികളായി, അടയാളങ്ങളായി, ഇരുളിൻ്റെ ഇടനിലങ്ങളിൽ ശോഭിക്കാൻ നമുക്ക് സാധിക്കട്ടെ. എല്ലാവർക്കും ക്രിസ്തുമസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും ആശംസകൾ നേരുന്നു. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ വാഴ്ത്തപ്പെട്ട കർത്താവേ, പുതിയ ദിനത്തിനായി, പ്രത്യേകിച്ച് ക്രിസ്തുമസിൻ്റെ പ്രഭാതത്തിനായി സ്തോത്രം. അതിൻ്റെ അർത്ഥവും ആഴവും ഉൾക്കൊള്ളുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഇന്ന് പകൽക്കാലം അടിയങ്ങളെ കാക്കണമേ. കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിക്കുന്നു. ലജ്ജിതരായി പോകാതെ സാക്ഷികളായി ജ്വലിക്കാനുള്ള കൃപ നൽകണമേ. യേശുമശിഹ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും സന്തോഷവും സമാധാനവും നാം എല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.